കൽപ്പാത്തിയിലേക്കാണ് അല്ലേ? അവിടെ ആഘോഷങ്ങൾ, ഉത്സവം ഇന്ന് നടക്കുകയാണ്. കൽപ്പാത്തിയിൽ ഇന്നും ദേവരഥങ്ങൾ അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തും. രണ്ടാം ദിനമായി ഇന്ന് മന്തക്കര മഹാഗണപതിയുടെ രഥമാണ് പുതുതായി പ്രയാണം ആരംഭിക്കുക. രാവിലെ 10:30-നും 11:00-നും ഇടയിലാണ് രഥാരോഹണം. അരുൺ ആലത്തൂരുണ്ട് അവിടെ. നമ്മുടെ വൻ സന്നാഹം തന്നെ അവിടെ ഉണ്ടെങ്കിലും രാവിലെ നമുക്കിപ്പോൾ അരുൺ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അരുൺ, എപ്പോഴാണ് ഇന്ന് രഥോത്സവം, രഥപ്രയാണം ആരംഭിക്കുക? ഇന്നും എത്രത്തോളം കളറാകും എന്ന് ചോദിക്കണം. കാരണം ഇന്നലെ അത്ര അധികം നമ്മൾ കണ്ടു അല്ലേ ബഹളം. ഇന്നെങ്ങനെയാണ് അരുൺ? വീണ, ഇന്നും വലിയ തിരക്ക് തന്നെ ഉണ്ടാവുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ 1-ാം തീയതിന് മുൻ വർഷങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ കൽപ്പാത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും 2-ാം തീയതി ദിവസം എനിക്ക് പുറകിലായി കാണുന്ന മന്തക്കര മഹാഗണപതിയുടെ രഥമാണ് അഗ്രഹാര വീതിയിലേക്ക് പുതുതായിട്ട് എത്തുക. ഏതായാലും ഈ 2-ാം ദിനത്തിലും നിരവധി ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ കൽപ്പാത്തി അഗ്രഹാരത്തിലേക്ക് ഒഴുകി എത്തുന്നതാണ് കാണാൻ സാധിക്കുന്നത്. കൃത്യം രാവിലെ ഒരു 10:30-നാണ് മുഹൂർത്തം. ഇന്നത്തെ ഈ രഥാരോഹണ മുഹൂർത്തം 10:30 തന്നെ മന്തക്കര മഹാഗണപതി ഈ രഥത്തിലേറും. തുടർന്ന് ഈ മന്തക്കര മഹാഗണപതിയുടെ രഥത്തിൻ്റെ പ്രയാണം ആരംഭിക്കും എന്നുള്ളതാണ്. ഈ രഥത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഏറ്റവും കുറഞ്ഞ ദൂരം മുന്നോട്ട് പോകുന്നത് ഈ ഒരു രഥം മാത്രമാണ്. മറ്റ് ക്ഷേത്രങ്ങളിലെ രഥങ്ങളൊക്കെ കൂടുതൽ അഗ്രഹാര വീഥികളിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മന്തക്കരയിലെ മഹാഗണപതിയുടെ രഥം മാത്രം കുണ്ടമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് മാത്രമാണ് പുതിയ കൽപ്പാത്തിയിലൂടെ പ്രയാണം നടത്തുക. ഏതായാലും ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ മറ്റ് ചടങ്ങുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ ചടങ്ങുകളും മറ്റുമെല്ലാം പൂർത്തിയാവുന്ന മുറയ്ക്കാണ് 10:30 ഭഗവാന്റെ ആ രഥാരോഹണം ഉണ്ടാവുക. ഏതായാലും തീർത്തും ഭക്തിസാന്ദ്രമാണ് കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി കൽപ്പാത്തി. ഇപ്പോൾ ഇന്നലെ 1-ാം തീയതി മുതലാണെങ്കിലും വലിയ ഭക്തജനപ്രവാഹം തന്നെയാണ് കൽപ്പാത്തിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ പ്രയാണം ആരംഭിച്ച 3 രഥങ്ങൾ, ആ 3 രഥങ്ങൾ ഇതിനോടകം തന്നെ അച്ചൻപടിയിൽ എത്തിയിട്ടുണ്ട്. അതായത് ഈ ശിവപാർവതിയുടെ രഥമാണെങ്കിലും അതല്ലെങ്കിൽ ഗണപതിയും മുരുകനും ഉൾപ്പെടെയുള്ള വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ 3 രഥങ്ങൾ, ആ 3 രഥങ്ങൾ ഇന്നലെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ച് ഈ പുതിയ കൽപ്പാത്തിയിലേക്ക് മന്തക്കര മഹാഗണപതിയുടെ ഈ ഭാഗത്തേക്ക് വരികയും പിന്നീട് തിരിച്ച് ഇപ്പോൾ ഇന്നലെ വൈകിട്ടോടുകൂടെ തന്നെ അച്ചൻപടിയിൽ പ്രയാണം എത്തിയിട്ടുണ്ട്. ആ രഥങ്ങളുടെ പ്രയാണവും ഇന്നുണ്ടാവും. ഇന്ന് ആ രഥങ്ങൾ ചാത്തപ്പുരത്തുള്ള പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗം വരെയാണ് പ്രയാണം നടത്തുക എന്നുള്ളതാണ്. നാളെയാണ് നമുക്കറിയാം എല്ലാവരും ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ദേവരഥ സംഗമം. അത് നാളെയാണ്. ആ ദേവരഥ സംഗമത്തിന് ഈ ചാത്തപ്പുരത്ത് നിന്നും വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ 3 രഥങ്ങളും പിന്നെ ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതിയുടെ രഥവും ഒപ്പം തന്നെ ഈ മന്തക്കര മഹാഗണപതിയുടെ രഥവും ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നുള്ള രഥവും, ഈ എല്ലാ രഥങ്ങളും ഒരുമിച്ച് ഈ തേരുമുട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുണ്ടമ്പലത്തിൻ്റെ ഭാഗത്ത് സംഗമിക്കും. ആ സംഗമമാണ് ഏറ്റവും കൽപ്പാത്തി രഥോത്സവത്തിലെ ഏറ്റവും ഹൈലൈറ്റ് മൊമെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അത്തരത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ആ ഒരു ദേവരഥ സംഗമം നാളെ വൈകിട്ടോടുകൂടെ കാണുന്നതിന് വേണ്ടിയാണ്. ആ ദേവരഥ സംഗമ സമയത്ത് ഈ 6 രഥങ്ങളും ഒരുമിച്ച് അവിടെ എത്തും. അങ്ങനെ 6 രഥങ്ങളും ഒരുമിച്ച് എത്തുമ്പോൾ അത് കാണുന്നതിന് പിന്നിൽ ദേവതകൾ പോലും ആ സമയത്ത് അനുഗ്രഹം ചൊരിയും എന്നുള്ളതാണ് വിശ്വാസമായി കരുതുന്നത്. എന്തായാലും ഈ രഥോത്സവത്തെ സംബന്ധിച്ചിടത്തോളം രഥം വലിക്കുക എന്നുള്ളതും മറ്റുമൊക്കെ വലിയ ഒരു പുണ്യമായിട്ടാണ് വിശ്വാസികൾ കരുതുന്നത്. ആ രഥത്തിൻ്റെ വടത്തിൽ തൊടുന്നതാണെങ്കിലും അതല്ലെങ്കിൽ രഥത്തിലെ ഓരോ ദേവതകളെയും എല്ലാം തൊട്ട് വണങ്ങുന്നതായാലും ഒക്കെ വലിയ അനുഗ്രഹമായും വിശ്വാസമായിട്ടുമൊക്കെയാണ് എല്ലാ ഭക്തരും കരുതുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അധികം ആളുകൾ വിവിധ കോണുകളിൽ നിന്നൊക്കെ വന്ന് ഈ രഥം വലിക്കുന്നതിനും മറ്റുമൊക്കെ ആയി കൽപ്പാത്തിയിലേക്ക് എത്തുന്നത്. ആ കൽപ്പാത്തി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏതായാലും വളരെ സജീവമായിരിക്കുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം കടകമ്പോളങ്ങൾ കാണാം. നമുക്കറിയാം ഇത്ര രാവിലെ തന്നെ വളരെ സജീവമായി തന്നെ കൽപ്പാത്തി അഗ്രഹാരം എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഇന്നിപ്പോൾ 2-ാം ദിനമാണ്? 2-ാം ദിനം ഇപ്പം മന്തക്കര ഗണപതി ക്ഷേത്രത്തിലെ രഥം കൽപ്പാത്തി ഗ്രാമത്തിൻ്റെ എൻഡിൽ പോയിട്ട് അവസാനിക്കും. പിന്നെ നാളെയാണ് പഴയ കൽപ്പാത്തി ചാത്തപ്പുരം
ക്ഷേത്രങ്ങളിലെ രഥം തുടങ്ങും. പിന്നെ നാളെ ഒരു രഥസംഘം എന്ന് പറഞ്ഞാൽ അവിടെ കൽപ്പാത്തി ജംഗ്ഷനിലെ എല്ലാ രഥങ്ങളും തമ്മിൽ ഒന്നിച്ചു ചേരുന്ന ഒരു മുഹൂർത്തം എത്തിച്ചേരും. മന്ദക്കര മഹാഗണപതിയുടെ രഥമല്ലേ ഏറ്റവും കുറഞ്ഞ ദൂരം? ഇവിടുന്ന് അറ്റം വരെ പോയി നാളെ ഇവിടെ തിരിച്ചു വരും. ഇന്നലെ പ്രയാണം ആരംഭിച്ച 3 രഥങ്ങൾ അതിപ്പോൾ അച്ചമ്പടിയിലുണ്ട്. ഇന്ന് അത് പഴയ കൽപ്പാത്തി ആ ക്ഷേത്രത്തിന് മുമ്പിൽ വന്ന് നിൽക്കും. ആ രഥങ്ങൾ എത്ര മണിക്കാണ് ഇനി? അതൊരു 3:30 ആകുമ്പോൾ വൈകിട്ട്. ഇന്ന് ഈ രഥം കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ട് അവിടെ നിൽക്കും. പിന്നെ ശേഷം വൈകുന്നേരം. ഇങ്ങനെയാണ് കൽപ്പാത്തി രഥോത്സവം വളരെ ഭക്തിസാന്ദ്രമാണോ അഗ്രഹാരം? തീർച്ചയായിട്ടും വളരെ സാംസ്കാരിക പൈതൃകം. അതാണ് ഏതായാലും തീർത്തും ഭക്തിസാന്ദ്രമാണ് അഗ്രഹാര വീഥികൾ മുഴുവൻ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വേദപാരായണം നമുക്കറിയാം, കേരളത്തിൽ ഈ 4 വേദങ്ങളും വായിക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ് കൽപ്പാത്തി. ഈ രഥോത്സവത്തിൻ്റെ സമയത്താണ് ഈ 4 വേദങ്ങളും പാരായണം നടത്തുക. ഇന്നലെ രാവിലെ പാരായണം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഏതായാലും ആ 4 വേദങ്ങളും മറ്റുമൊക്കെ മന്ത്രോച്ചാരണങ്ങളും ഒക്കെ നമുക്ക് ഈ അഗ്രഹാര വീഥികളിൽ അവിടെ നടക്കുമ്പോൾ ആ വേദമന്ത്രങ്ങൾ കേൾക്കാനാവും. വളരെ നല്ല സംഗീതം കേൾക്കാനാവും. അങ്ങനെ അഗ്രഹാരത്തിലെ ആ നമ്മുടെ സാംസ്കാരിക തനിമ, പൈതൃകം ഇതൊക്കെ വിളിച്ചോതുന്നതാണ് കൽപ്പാത്തി രഥോത്സവം എന്നുള്ളതാണ്. തമിഴ്നാട്ടിലെ മയിലാടുംതുറയിലെ മയൂരനാഥ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ രഥോത്സവമുണ്ട്. അവിടെ എങ്ങനെയാണോ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിന് സമാന രീതിയിലാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തിലെ ചടങ്ങുകളും മറ്റുമൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിൽ മറ്റൊരിടത്തും ഇത്തരം ചടങ്ങുകൾ കാണാൻ കഴിയില്ല. ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ രഥോത്സവങ്ങളിൽ ഒന്നാണ് കൽപ്പാത്തി രഥോത്സവം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരം ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ചടങ്ങുകൾ ഇതെല്ലാം നമുക്ക് കാണണമെങ്കിൽ അത് കൽപ്പാത്തിയിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൽപ്പാത്തിയിലേക്ക് ഒഴുകി എത്തുകയാണ്. എത്ര മണിയോടുകൂടെയാണ് ഇന്നത്തെ ചടങ്ങുകളൊക്കെ തുടങ്ങുന്നത്? ചടങ്ങുകളിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. വേദപാരായണം, അത് കഴിഞ്ഞാൽ അഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയാണ്, രുദ്രാഭിഷേകം. അപ്പോഴേക്ക് വേദപാരായണം സമാപ്തിയാവും. പിന്നെ ദിവാകരണ കഴിഞ്ഞ് ബലിയിടൽ ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് ഗണപതി ശിവൻ്റെ അവിടെ പോയിട്ട് അനുവാദം വാങ്ങിയിട്ട് വരും. അത് കഴിഞ്ഞ് അനുവാദം വാങ്ങിച്ചിട്ടാണ് അതിന് ശേഷമാണ് രഥത്തിൽ കയറ്റി രഥപാരായണം. 10:15 to 11 മുഹൂർത്തം. അതായത് അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10:15 to 11 മണി അതാണ് ഇന്നത്തെ ഈ രഥാരോഹണത്തിൻ്റെ മുഹൂർത്തം. അതായത് ഗണപതി ഈ കാണുന്ന മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും എനിക്ക് കാണുന്ന ഈ റോഡിൻ്റെ ഏറ്റവും അറ്റത്താണ് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രമുള്ളത്. അവിടെ ഭഗവാൻ പരമശിവനെ കണ്ട് ഗണപതി അനുവാദം വാങ്ങിയതിന് ശേഷം, അച്ഛനെ കണ്ട് അനുവാദം വാങ്ങിയതിന് ശേഷമാണ് രഥാരോഹണം ചെയ്യുക എന്നുള്ളതാണ്. ഏതായാലും 10:15 മുതൽ 11 മണി വരെയാണ് അതിൻ്റെ മുഹൂർത്തം. ആ സമയത്ത് രഥാരോഹണം നടക്കും. കൂടുതൽ കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടതുപോലെ തന്നെ ഇന്നും വലിയ തിരക്ക് കൽപ്പാത്തിയിൽ അനുഭവപ്പെടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതെ, തീർച്ചയായും കൽപ്പാത്തിയിൽ ഇന്ന് 2ാം ദിനം ദേവരഥങ്ങളുടെ പ്രയാണം ഇന്നും തുടരും. പക്ഷേ അതിനിടയിൽ അരുണിന്റെയും ശിവദാസ് കന്മനത്തിന്റെയും പാലക്കാട് ടൗൺ ഹാൾ സ്റ്റോറി സൂപ്പർ ആയിട്ടുണ്ട് എന്ന് സദാനന്ദൻ നെടുനിലം ജി അറിയിച്ചിട്ടുണ്ട്. അവർക്ക് ആശംസകൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അരുണിനോട് പറഞ്ഞിരിക്കുന്നു. എന്തായാലും അരുൺ കേട്ട് കഴിഞ്ഞു. ഇനി ശിവദാസ് ഉണ്ട് കേൾക്കാൻ. ശിവദാസിലേക്ക് തന്നെ നമ്മൾ പോവുകയാണ്.